അസ്സലാമു അലൈക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നാം എല്ലാവരും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു കാഴ്ച, ഒരു കല്യാണത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരൻ തൻ്റെ പെങ്ങന്മാർക്ക് കൊടുത്ത ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് കണ്ട് ആ പെങ്ങന്മാർ, വേദിയിലുണ്ടായിരുന്ന ആ സഹോദരിമാർ വിങ്ങിപ്പൊട്ടുകയാണ്, കരയുകയാണ്. അവർക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. കാരണം എന്റെ ഫാമിലിയിലുള്ള മൂത്ത പെങ്ങളെ ഞാൻ ഇതിലേക്ക് വിളിക്കാണ്. രണ്ടാമത്തെ പെങ്ങളെ ഇന്ന് ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് അവളെ മരുമകളെ ഞാൻ ഇതിലേക്ക് വിളിക്കാണ്. സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഉമ്മ പോണേരം എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് ഏൽപ്പിച്ചിരുന്നു. അത് ഇന്നേ വരെ എൻ്റെ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അനിമാരും ചോദിച്ചിട്ടില്ല. അത് ഞാൻ ഇന്ന് ഇവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യണം. അന്ന് തുറക്കെ ഉമ്മച്ചി റബ്ബന ഫിർല റഹ്മന റബ്ബയാനി സഗീറ. ഇത് ഉമ്മൻ്റെ ഒരു മുതലാണ്. നിങ്ങളെ മരണം വരെ ഇത് നിങ്ങളിൽ നിന്ന് എത്ര നയനമനോഹരമായ ഒരു കാഴ്ചയാണിത്. ഈ ഒരു ദൃശ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ഒരു വർഷമാകുന്നു. ആ ഉമ്മ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പക്കൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഏൽപ്പിച്ചിരുന്നു. വേണമെങ്കിൽ ആ സഹോദരന് തൻ്റെ പെങ്ങന്മാർക്ക് ആർക്കും കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിനത് സ്വന്തമാക്കാമായിരുന്നു. പക്ഷെ ഒരു വർഷത്തിന് ശേഷം ആ സ്വർണ്ണാഭരണങ്ങൾ വീതിച്ച് അദ്ദേഹം തൻ്റെ പെങ്ങന്മാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരു ആങ്ങള, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സഹോദരിമാരെക്കുറിച്ചും പറയാതിരിക്കാനാവില്ല. ഇവിടെ നോക്ക്, അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ, തൻ്റെ പക്കൽ ഉമ്മ ഏൽപ്പിച്ച ആ സ്വർണ്ണാഭരണങ്ങൾ ഒരിക്കൽ പോലും തൻ്റെ സഹോദരിമാർ അത് ചോദിച്ചില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ ആങ്ങളെയും പെങ്ങന്മാരും വലിയൊരു മാതൃകയായി മാറുകയാണ്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി പരസ്പരം തമ്മിലടി കൂടുന്ന ഒരു കാലഘട്ടമാണ്. സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കപ്പെടുന്ന കാലഘട്ടമാണ്. എന്തിനേറെ, ഇതേ സ്വത്തിനും പണത്തിനും വേണ്ടി പരസ്പരം കൊലപാതകങ്ങളും ആക്രമണങ്ങളും വരെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പിതാവും മകനുമുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിലാണ് മഹത്തായ ഒരു മാതൃക ഈ ആങ്ങളെയും പെങ്ങന്മാരും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഏതായാലും സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു മനുഷ്യൻ്റെ വീഡിയോ കൂടി കാണിക്കാം. ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയെപ്പോലെ തോളിലൊരു ഷോളും തൊപ്പിയും വെച്ച് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. എന്നാൽ ആ വ്യക്തി അത്ര സാധാരണക്കാരനല്ല. ആ വീഡിയോ ഒന്ന് കാണാം. കെട്ടിലും മട്ടിലും ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഇന്നലെ ശരിക്കും മനസ്സിലായിട്ടോ. ഇവരെ ഏർവാടിന്ന് കണ്ടതാണ്. നോക്കുമ്പോ ഒരു കെട്ടില്ല നാഫിദ് ഖുർആൻ എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും കിട്ടും. ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون. ഇദ്ദേഹത്തിന്റെ ഒരു അത്ഭുതേ. കുറച്ചും ഇങ്ങോട്ട് നോക്കി, എവിടെ നിന്ന് ഖുർആൻ എന്ന് ചോദിച്ചാൽ وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري. ഈ മൂപ്പര പേരും കൂടി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണ്ട, കേട്ടോളി. ഇസ്മി ബഷീർ അഹമ്മദ് ഹാഫിൽ സിറാജി തിരുനെൽവേലി മേളപ്പാളയം. ഏർവാടി പള്ളിയിൽ വെച്ച് കണ്ട മനുഷ്യനാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ ഏതു ഭാഗത്തു നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിഷ്പ്രയാസം ആ സ്പോട്ടിൽ അദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗം ഓതുകയാണ്.
അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയ മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഹാഫിളാണ്. ഒരു മനുഷ്യൻ്റെ വേഷവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അളക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ വേഷവിധാനങ്ങളിലല്ല, നേരെ മറിച്ച് അവൻ്റെ ഹൃദയത്തിലേക്കാണ്, അവൻ്റെ ഖൽബിലേക്കാണ്. പുറമേ നല്ല തേച്ചുമിനുക്കിയ വെള്ള വസ്ത്രങ്ങളും നല്ല പുതിയ ഷോളും നല്ല പുതിയ തൊപ്പിയും അതിനു പുറമേ അത്രക്ക് പൂശി നടന്നതുകൊണ്ട് കാര്യമില്ല. അവൻ്റെ ഹൃദയം കൂടി നന്നാവണം. പലപ്പോഴും നല്ല വേഷവിധാനങ്ങളൊക്കെ ധരിച്ചു നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പരിഗണന കിട്ടാറുണ്ട്. എന്നാലും നേരെ മറിച്ച് ഇതുപോലെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അവർ നടന്നു പോകുന്ന സമയത്ത് അവരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളൊക്കെ പുച്ഛിക്കുന്ന പ്രവണതകളും കണ്ടുവരാറുണ്ട്. നാം അത്തരത്തിൽ നിസ്സാരമായി കാണുന്ന, പുച്ഛിച്ചു കളയുന്ന ആ മനുഷ്യരായിരിക്കും ഒരുപക്ഷെ നല്ല വസ്ത്രങ്ങളുമായി നടക്കുന്ന ആ മനുഷ്യനേക്കാൾ ഏറ്റവും ഉത്തമൻ. ഇനി ഒരു വീഡിയോ കൂടി കാണിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കറിയാം, പള്ളികളിൽ പ്രത്യേകിച്ച് സുബഹി നമസ്കാര സമയങ്ങളിൽ പലപ്പോഴും ആളുകൾ കുറവായിരിക്കും. അതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അത് രാവിലെ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ ഒരു മടി കൊണ്ടായിരിക്കാം സുബഹി സമയങ്ങളിൽ പള്ളികളിൽ ആൾ കുറവ് വരുന്നൊരു പ്രവണത. അത്തരത്തിൽ പള്ളിയിൽ ആൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആളുകളെ വരുത്താനായി ഒരു പള്ളിയിലെ ഇമാം ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനം വീഡിയോ ഒന്ന് കാണാം. ഇത് ഒരു പള്ളിയിൽ റാത്തീബോ മറ്റൊന്നും നടക്കുന്നതെന്നല്ല. ഇത് എല്ലാ ദിവസവും ഒരു പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് വന്ന ആളുകൾക്ക് 1-ാം നമ്പർ കട്ടൻ ചായയും 1-ാം നമ്പർ മുട്ടയും കൊടുത്തു അവർ സ്വീകരിക്കുന്ന ഒരു പള്ളിയാണ്. ഇതൊരു ഹള്ളി പ്രദേശമാണ്. നമ്മുടെ കർണാടക ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുന്നമൂല എന്ന് പറയുന്ന ചെറിയൊരു മഹല്ലാണ്. എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ സുബഹി ജമാഅത്തിന് ആളുകൾ വളരെയധികം കുറവായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നലാണ് എല്ലാ ആളുകളെയും രാവിലെ സമയത്ത് പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്ലാന് അദ്ദേഹം ആവിഷ്കരിക്കുകയും അൽഹംദുലില്ലാഹ് വളരെയധികം 40-45ഓളം വരുന്ന പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളടക്കം സുബഹി നമസ്കാരത്തിന് ആ നാട്ടിൽ പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് ആ നാട്ടിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്, ബറക്കത്താണ്. കണ്ടില്ലേ, സുബഹി നിസ്കാരത്തിലേക്ക് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കട്ടൻ ചായയും നല്ല മുട്ടയും കഴിക്കാം. ആ ഒരു ഓഫർ മുന്നോട്ട് വെച്ചതോടുകൂടി പള്ളിയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ആ ഒരു തീരുമാനമെടുത്ത പള്ളിയിലെ ഇമാമിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം ഉസ്താദിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആ പള്ളിയിലെ മഹല്ല് കമ്മിറ്റിക്കാരെയും പ്രശംസിക്കേണ്ടതുണ്ട്. നോക്കുന്നത് എല്ലാ മഹല്ല് കമ്മിറ്റികളും മാതൃകയാക്കേണ്ട മനോഹരമായ ഒരു പ്രവർത്തനം തന്നെയാണിത്. ഇതിനു മുമ്പ് സുബഹിക്ക് സ്ഥിരമായി പള്ളിയിൽ വരുന്ന കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി കൊടുത്ത മഹല്ല് കമ്മിറ്റികളുണ്ട്. ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ നമുക്ക് പള്ളിയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഈ ഒരു പ്രവർത്തനം പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.